ഹേ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എടക്കഴിയൂർക്കാണ് കേട്ടോ. അവിടെ ഇന്ന് ചന്ദനക്കുടം കൊടികുത്തി നേർച്ച നടക്കുന്നുണ്ട്. വർഷം തോറും നടത്തി വരാറുള്ളതാണത്. ഇത് 167ാമത്തെ നേർച്ചയാണ്. ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ പള്ളികളിൽ നടത്തി വരാറുള്ള നേർച്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ നേർച്ചയുള്ളത്. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള ഒരു നേർച്ചയാണ്. 2 ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ സാധാരണ ചന്ദനക്കുടം നേർച്ച നടത്തപ്പെടാറുള്ളത്. 2025 ജനുവരി 6-7 ദിവസങ്ങളിലാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 6-ാം തീയതിയാണ് കേട്ടോ. ഫസ്റ്റത്തെ ഡേറ്റ് നൈറ്റ് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലപ്പുറം തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലായി ഇതുപോലുള്ള ചന്ദനക്കുടം കൊടിക്കുത്തി നേർച്ച നടത്തപ്പെടാറുണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒന്നാണ് എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ച. എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഇതെവിടെയാണ് നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് എടക്കഴിയൂർ എന്ന സ്ഥലത്താണ് കേട്ടോ നടക്കുന്നത്. എടക്കഴിയൂരിലേക്ക് ചാവക്കാട് നിന്ന് 6 കിലോമീറ്ററും തിരൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ 40 കിലോമീറ്ററുമാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാം. ഒരുപാട് ക്ലബ്ബുകളും ഗ്രൂപ്പുകളും കൂടി നടത്തുന്ന വിവിധ തരം കലാപരിപാടികൾ അടങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. എല്ലാ കാഴ്ചകളിലും ഒരാനെങ്കിലും ഇല്ലാതിരിക്കൂല. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം, ദഫ്, ഒപ്പന, കോൽക്കളി, ഡാൻസ്, അങ്ങനെയുള്ള വിവിധ തരം കലാപരിപാടികളും എല്ലാ കാഴ്ചകളിലും നമുക്ക് കാണാൻ കഴിയട്ടോ. ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് കേട്ടോ ചിലരിതിനെ കണക്കാക്കപ്പെടാറുള്ളത്. ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഈ ദിവസങ്ങളിൽ എത്താറുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഞങ്ങൾ പള്ളിയുടെ അവിടെയാണ് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ഭാഗത്തു നിന്നും, വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും വരുന്ന കാഴ്ചകൾ കാണാലോ എന്ന് കരുതിയിട്ടാണ് പള്ളിയുടെ അവിടെ തന്നെ പോയി നിന്നത് കേട്ടോ. പള്ളിയിൽ നിന്നും ഒരുപാട് അകലെ വെച്ചിട്ടാവും ഓരോ കാഴ്ചകളും തുടങ്ങുന്നത്. എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അവസാനിക്കുകയാണ് ചെയ്യാറ്. പള്ളിയിൽ കാഴ്ച വെച്ചതിന് ശേഷം അവരൊക്കെ മടങ്ങി പോവാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ കാഴ്ചകൾ തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എങ്കിലും ഏതൊക്കെ കാഴ്ചകൾ ഏത് ടൈമിലൊക്കെ എത്തണമെന്ന് അവരൊക്കെ കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവിടെ ഓരോ കാഴ്ചകളും അവിടെ എത്താറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് കണക്കാക്കിയ ടൈമിനനുസരിച്ച് അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പള്ളിയിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ നിന്ന് പിരിയുന്നതാണ്. അങ്ങനെ 2 ദിവസം നേരം പുലരുവോളം ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് അവിടെ ഉണ്ടാകും. ഇനി വരും ദിവസങ്ങളിൽ മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ ഇതുപോലെയുള്ള ചന്ദനക്കുടം കൊടികുത്തി നേർച്ചകൾ വരാനായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പള്ളിയുടെ അടുത്ത് പോയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ നടന്നിട്ട് ഓരോ കാഴ്ചകൾ കാണാമെന്ന് കരുതി പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പള്ളിയൊക്കെ നല്ലോണം ലൈറ്റിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഒരു കാഴ്ച വന്നു. അപ്പോൾ ഇത് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയിലായതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പള്ളിയുടെ അവിടെ പോയി കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നത്. അപ്പോൾ ഇത് ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു മസ്താൻ എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന കാഴ്ചയാണ്. ഇയാളുടെ കാഴ്ചയിലാണ് 7 ആനയുള്ളത്. ആ റെഡ് ഡ്രസ്സ് ഇട്ട ആളാണ് കേട്ടോ മസ്താൻ എന്ന് പറഞ്ഞ ആൾ. ഇയാളുടെ ഒറിജിനൽ നെയിം സയ്യിദ് മുഹമ്മദ് അലി മൗല എന്നാണ്. എടക്കഴിയൂർ നാട്ടിൽ അറിയപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഇദ്ദേഹം. ഇയാളുടെ കാഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ ആനയുണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാളയും ഒട്ടകവും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ സ്കൈ ഷോട്ട് നടക്കുന്നുണ്ടായിരുന്നേ.
അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് നിന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആളുടെ കാഴ്ച തന്നെയാണ് കേട്ടോ, മുഹമ്മദ് അലി മൗലയുടെ. ഇപ്പോൾ കാളയും അതുപോലെ തന്നെ ഒട്ടകവും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ വരി വരിയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മുഹൂറൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാഴ്ചയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആനകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ 7 ആനകളാണ് ഉണ്ടായത്. ആന വരുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നല്ല ഫ്രണ്ടിലോട്ടൊക്കെ കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആന അടുത്തോട്ട് എത്തുന്തോറും ഞാൻ ബാക്കിലോട്ട് പോയിക്കൊണ്ടേ നിന്നേ. കാരണം എനിക്ക് ആനനെ ഭയങ്കര പേടിയാണ്. അതെന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ ആനയെ കണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. അതിൻ്റെ കാലൊക്കെ ഇളകുന്നത് കണ്ട് ഞാൻ വിചാരിക്കും അതിപ്പോൾ തിരിഞ്ഞോടുന്നു. അതൊക്കെ കാരണം തന്നെ അതിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കാറില്ല. എന്തോ അതിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിനടുത്ത് കൂടെ ആന പോകുന്നുണ്ടെങ്കിൽ വാഹനം ഇപ്പോൾ കുത്തി മറിച്ചിടോ എന്നൊക്കെ പേടിയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന ഞാൻ ആനനെ കണ്ടപ്പോൾ ബാക്കിലോട്ടായി പോയി നിന്ന്. അത് നോക്കുന്നത് കണ്ടാൽ എനിക്ക് തോന്നും എന്നെയാണോ നോക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ആളുകളുടെ ഇടയിലേക്ക് മറിഞ്ഞ് നിൽക്കാറൊക്കെ ഉണ്ട്. അത്രക്കും പേടിയാണ് കേട്ടോ എനിക്ക് ആനനെ. എൻ്റെ പേടി കണ്ടിട്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത്ര പേടിയുള്ള ആളെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കാണാനായിട്ട് വരുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ കാണാൻ ഒരു രസമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആനനെ കാണാനായിട്ട് ഞാൻ വരുന്നത്. ഞാൻ ഇതുപോലുള്ള പരിപാടികൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആനനെ കാണാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇതുപോലുള്ള പരിപാടികൾക്ക് ആനയെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പേടിയുള്ളത് കൊണ്ടൊന്നല്ല, ഇതുപോലുള്ള പരിപാടികളിൽ ഒരുപാട് ദൂരം മനുഷ്യരെ ഏറ്റിക്കൊണ്ടാണ് അവ നടക്കാറ്. അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത്. പിന്നെ അത് മാത്രമല്ല, ഇവയുടെ മേലൊക്കെ ഒരുപാട് അടയാളങ്ങളൊക്കെ അടിയിട്ടിട്ടുള്ള അടയാളങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തോ ഒരു വിഷമം, എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ഓർത്തിട്ട്. പോയതിന് ശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടോ. ഐസ്ക്രീം വാങ്ങുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിനുശേഷം നോക്കുമ്പോൾ വേറൊരു കാഴ്ച വരുന്നുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണേ.
ആ കാഴ്ചയിൽ ഒരു ആന മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുക എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുപാട് നേരം വൈകിട്ടാണ് കേട്ടോ വന്നത്. 9:30 ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 11:15 തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പരിപാടി അന്നേരമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പരിപാടി പുലർച്ചെ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അധികം സാധാരണ അങ്ങനെ പോയാൽ അധികമൊന്നും നിൽക്കലില്ല. ഏതെങ്കിലും 1-2 കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോകാറാണ്. പിന്നെ വീടിന് തൊട്ടടുത്തുള്ള പള്ളികളിലെ ചന്ദനക്കുടം പൊടിക്കുത്തി നിറച്ച് നടത്തുമ്പോൾ ഞങ്ങൾ പുലർച്ചെ വരെ നിൽക്കാറുണ്ട്. വീട് അടുത്തുള്ള യാത്രാ സൗകര്യം ആലോചിച്ചിട്ട് ഇത് പക്ഷേ യാത്രാ സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം നേരം നിൽക്കാറില്ല കേട്ടോ. ആ കാഴ്ച പോയതിന് ശേഷം ഞങ്ങൾ കടകളിലേക്ക് പോയി. ടോയ്സും വളയും മാലയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. അങ്ങനെ ടോയ്സൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴിക്കോടൻ ഹൽവ വെക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്ന് കരുതി. അവിടെ ഒരിയാട, വെട്ടുമിഠായി, ഹൽവ, നുറുക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് വേറൊരു കാഴ്ച വരുന്നത് കണ്ടത്. അപ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പാക്കി ഈ ഒരു കാഴ്ചയും കൂടി കാണാമെന്ന് കരുതിയിട്ട്. അപ്പോൾ കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തന്നെ കരുതിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.